പിന്നെ നീ പഠിച്ചവനെ പേടിച്ചിട്ടാണോടി നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവന്റെ കൂടെ കൈപ്പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കണവരടുത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഒരു സിനിമയിൽ ചാൻസ് കിട്ടി, ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി, അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും. പിന്നെ മരിച്ചതിന്റെ ശേഷം അവനെ കൊന്നു, അവൻ അതാക്കി, അവൻ ഇതാക്കി എന്ന് പറഞ്ഞിട്ട് വരാൻ ഉളുപ്പില്ലേ നാറികളെ? നിങ്ങൾക്ക് ഉണ്ടോടാ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം? നിങ്ങളുടെ അടുത്ത് കൂടെ പോയിട്ടുണ്ടോടാ? എനിക്ക് അത്രേ പറയാനുള്ളൂ. ഭർത്താവ് മരിച്ചു പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിലിരിക്കണം, റൂമിന്റെ ഉള്ളിൽ 4 ചുമരിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പാടുള്ളൂ, പുറത്തിറങ്ങാൻ പാടില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കണ്ണൂർ വിസ്മയ പാർക്കിലെ വിവാദ റീൽസുമായി ബന്ധപ്പെട്ട് ഷാജിദ ഷാജി ഇപ്പോൾ മറുപടിയുമായി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന മറുപടി തന്നെയാണ് ഷാജിദ തന്നിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ശേഷം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആദ്യമായിട്ട് ഷാജിദ പറഞ്ഞ ആ മറുപടിയിലേക്ക് പോകാം. പിന്നെ നീ പഠിച്ചവനെ പേടിച്ചിട്ടാണോടി നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവന്റെ കൂടെ കൈപ്പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കണവരടുത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു യൂട്യൂബറാണ്, എൻ്റെ കൂടെ ക്യാമറമാൻ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, വേറുള്ളതുണ്ടാവും. ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോൾ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും, വേറുള്ള ചെയ്യും. എന്താ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി, ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി, അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും. എന്താ ചെയ്യുക? അഭിനയിക്കേണ്ടി വേണം. എനിക്ക് പൈസ അല്ലേ വലുത്, പൈസ വേണം. എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണം. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നേ വേണം. അതൊരു തെറ്റാണെന്ന് എൻ്റെ പഠിച്ചവൻ എനിക്ക് പറയുന്നില്ല. അതെന്റെ ജീവിത മാർഗമാണ്. മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ പല നടന്മാരും അഭിനയിക്കുന്നുണ്ട്. എത്രയോ മുസ്ലിം നടിമാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഐത്യവും വേറുള്ളതും ഭർത്താക്കന്മാരില്ലാത്ത ഞങ്ങൾക്ക് മാത്രം എന്തിനാ നിങ്ങൾ വെച്ചിരിക്കുന്നത്? ഷാജിദ ഷാജി പറയുകയാണ്, ഒരു വലിയ യൂട്യൂബർ ആകുമ്പോൾ എനിക്ക് ക്യാമറാമാനും അതുപോലെ തന്നെ മാനേജറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജറും എല്ലാം ഉണ്ടാവുമെന്നും, പിന്നെ റീൽസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തൊട്ടുരുമി അഭിനയിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ കൈപിടിച്ച് അഭിനയിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ കിസ്സടിച്ച് അഭിനയിക്കേണ്ടതായിട്ടും വരും. അതും ഞാൻ ചെയ്യും. എനിക്ക് പണമാണ് വലുത്. ഷാജിദ ഷാജി പറയുകയാണ്, എനിക്ക് പണമാണ് വലുത്. പിന്നെ ഷാജിദ ഷാജി താരതമ്യം ചെയ്യുന്നത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറുമായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഉപമിച്ചുകൊണ്ടാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒന്നുമില്ലാത്ത ഐത്തം എന്തിനാണ് ഷാജിദ ഷാജിയോട് പ്രേക്ഷകരെ എന്നാണ് ഷാജിദ ചോദിക്കുന്നത്. പണമാണ് എനിക്ക് വലുത് എന്നും തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി അത് ചെയ്യേണ്ടി വന്നത്, സിനിമയിൽ അവസരം കിട്ടി ഒരു കിസ്സടിക്കുന്ന സീനുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യുമെന്ന് മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഷാജിദ ഷാജി. ഷാജിദയോട് സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത്, ഷാജിദ സിനിമയിൽ അഭിനയിക്കുന്നതിനോ അല്ലെങ്കിൽ കിസ്സടിച്ച് അഭിനയിക്കുന്നതിനോ കൈപിടിച്ച് അഭിനയിക്കുന്നതിനോ ഒന്നും തന്നെ ഇവിടെ യാതൊരു വിലക്കും ഇല്ല. ഷാജിദ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ഇനി അടുത്ത ഒരു അംഗം ഷാജിദ സിനിമയിലേക്കാണ് എന്നാണ് ഷാജിദ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഷാജിദ ചിലപ്പോൾ ബിഗ് ബോക്സിലേക്കും പോകാനും സാധ്യതയുണ്ട്. കാരണം ഒരുപാട് നെഗറ്റീവ് റോഡുകൾ കൈകാര്യം ചെയ്ത് അതിൽ വൈറലായ താരങ്ങളാണ് നമ്മൾ ആറാട്ടണ്ണനും അതുപോലെ തന്നെ പെരേര, അതുപോലെ തന്നെ രേണു സുധീവരൊക്കെ ബിഗ് ബോക്സിലേക്ക് പോകുന്നുണ്ട്. ഇനി അടുത്തത് ചിലപ്പോൾ നമ്മുടെ ഷാജിദയാകും. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ആരും അതിൽ അതിശയപ്പെടേണ്ടതില്ല. നമുക്ക് ബാക്കി കേൾക്കാം. പിന്നെ എൻ്റെ ഏജ് 32 വയസ്സ്, 33 വയസ്സായിട്ടുള്ളൂ. 30/5/92 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾ പറയുന്ന ഈ 5 മക്കളുടെ തള്ളാന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ്. 5 മക്കളെ പെറ്റതുകൊണ്ട് ഞാൻ തള്ള ആവില്ല. 5 മക്കളെ പ്രസവിച്ചു. അതെന്റെ വീട്ടുകാർ എന്നെ 15 വയസ്സിൽ കെട്ടിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രായമ്പോഴേക്ക് എനിക്ക് 5 മക്കളായി, +1 പഠിക്കണം മോനായി. അത് എന്റെ കുറ്റമല്ല. പിന്നെ എന്റെ ഇട്ടിട്ട് പോയതും എന്റെ കുറ്റമല്ല. അത് പടച്ചോൻ വിധിച്ചതാണ്. ഞങ്ങൾക്ക് വിധിച്ചത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് വിധിച്ചത് 15 കൊല്ലത്തെ ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ അതിലൂടെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. പിന്നെ നിന്റെ ഇക്കാനെ കൊന്നു, അതാക്കി ഇതാക്കി. ഞങ്ങൾ 15 കൊല്ലം ജീവിച്ചപ്പോ ഞങ്ങളുടെ കൂടെ വരാത്ത ജനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാത്ത കുടുംബങ്ങൾ എന്തിനെ എന്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കൂടെ ഇതാക്കുന്ന വരുന്നത്? എന്തിനാ ഇക്കാന്റെ കാര്യം പറഞ്ഞിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്റെ കാര്യം പറഞ്ഞിട്ട് വരുന്നത്? അതിന്റെ ആവശ്യമില്ല. ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷിക്കാത്ത ആൾക്കാര് ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ മഹല്ലക്കാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, വേറുള്ളവരായിക്കോട്ടെ, ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ അവൻ എങ്ങനെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എങ്ങനെ ബുദ്ധിമുട്ടായിട്ടാണോ ജീവിക്കണതെന്ന് അന്വേഷിക്കാത്ത ആൾക്കാര് പിന്നെ മരിച്ചതിന്റെ ശേഷം അവനെ കൊന്നു, അവൻ അതാക്കി, അവൻ ഇതാക്കി എന്ന് പറഞ്ഞിട്ട് വരാൻ ഉളുപ്പില്ലേ നാറികളെ? നിങ്ങൾക്ക് ഉണ്ടോടാ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം? നിങ്ങളുടെ അടുത്ത് കൂടെ പോയിട്ടുണ്ടോടാ? എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ വിവരമില്ലാത്ത, എന്താ പറയാ, ഭർത്താവ് മരിച്ചു പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിലിരിക്കണം, റൂമിന്റെ ഉള്ളിൽ 4 ചുമരിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പാടുള്ളൂ, പുറത്തിറങ്ങാൻ പാടില്ല. എടാ നാറികളെ, നിങ്ങൾ കൊണ്ടുവന്നേരോടാ എനിക്ക്
32 വയസ്സേ ഉള്ളൂ എന്നും എന്നെ തള്ള എന്ന് വിളിക്കുന്ന ആൾക്കാരോട് എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല എന്നും ഏകദേശം 30/5/1992 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നും എനിക്ക് 32 വയസ്സേ ആയിട്ടുള്ളൂ, അപ്പോൾ കല്യാണം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് +2 പഠിക്കുന്ന ഒരു മോൻ ഇപ്പോൾ ഉള്ളത് എന്നും അത് എൻ്റെ കുറ്റമല്ല എന്നും ഷാജിദ പറയുകയാണ്. പിന്നെ ഷാജിദ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിനെ പറ്റി ഇപ്പോൾ മരിച്ചപ്പോൾ ചോദിക്കുന്നതിനെ പറ്റി ഷാജിദ പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ മഹല്ല് നിവാസികളും അതുപോലെ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ഈ കമൻ്റ് എഴുതി അയക്കുന്ന ആൾക്കാരൊന്നും അന്വേഷിച്ചിരുന്നില്ല എന്നും ഇപ്പം മരിച്ചപ്പോൾ ചോദിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് ഷാജിദ പറയുന്നത്. അപ്പോൾ ഉളുപ്പിലെ നാറികളെ ഇപ്പോൾ ഇതും ചോദിച്ച് വരാൻ എന്ന് ഷാജിദ ചോദിക്കുകയാണ്. ഷാജിദ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ സുഅന്വേഷണങ്ങളൊന്നും വിളിച്ച് ഒരു മഹല്ലും അങ്ങോട്ട് വിളിച്ചിട്ട് ആരോടും ചോദിക്കാറില്ല നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ ജീവിക്കുന്നത് നല്ലോണമാണോ, നിങ്ങൾക്ക് കുടുംബത്തിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആ മഹല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ കണ്ട് നിങ്ങളൊരു കത്ത് കൊടുത്ത് നിങ്ങളെ പ്രശ്നങ്ങൾ അവരെ ധരിപ്പിക്കണം ആദ്യം. അപ്പോഴാണ് അവർക്കറിയുക നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഇടപെട്ടതിന് ശേഷം അവർ തീർക്കുകയും അതും നിങ്ങൾക്ക് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, നിങ്ങൾക്ക് നിയമ സംവിധാനത്തിലേക്ക് പോകാം. അതെല്ലാം ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു തത്വസംഹിതയാണ്. എല്ലാവരും അതനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക നിബന്ധനകളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ ഒരു മരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ 15 വർഷം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച് നല്ല രീതിയിൽ അങ്ങനെ മരിച്ചു പോയതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാളും അതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടില്ലായിരുന്നു. കാരണം ആ വ്യക്തി എന്തുകൊണ്ട് മരിച്ചു എന്നത് ഇന്നും ഒരാൾക്കും അറിയാത്തൊരു കാര്യമാണ്. അത് അറിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അത് എന്താണെന്ന് നിങ്ങൾ ഇന്ന് വരെ തുറന്നു പറയാത്ത കാലത്തോളം മലയാളി സമൂഹം അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ നിങ്ങളോട് ചോദിച്ചേക്കാം. ഷാജിയോട് ഭർത്താവിനെക്കുറിച്ച് ചോദിക്കുന്നത് അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്, അല്ലാത്ത ഒരു കാരണവുമില്ലാതെ അദ്ദേഹം അങ്ങനെ ചെയ്യുകയില്ല. കാരണം അദ്ദേഹത്തിനും നല്ല ബോധ്യമുണ്ടാകും എനിക്ക് 5 മക്കളുണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലാത്തൊരു മനുഷ്യനൊന്നുമല്ല അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോകളിൽ താങ്കൾ തന്നെ നല്ല നല്ല വാക്കുകളാണ് പറയുന്നത്. അപ്പം താങ്കൾ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ടാണ് മലയാളി സമൂഹം നിങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അതിൽ ദേഷ്യപ്പെട്ടത് കൊണ്ടോ മഹല്ല് നിവാസികളെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞത് കൊണ്ടോ ഒന്നും കാര്യമില്ല. തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെ, തിരുത്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. ബാക്കി കേൾക്കാം. ഇനി ഈ പറയുന്ന നിങ്ങൾ അന്യാണുങ്ങൾ ഈ പറയുന്ന തോലന്മാരെന്നെയല്ലേ എന്റെ വീഡിയോ കാണുന്നത്, ഈ പറയുന്ന തോലന്മാരെന്നെയല്ലേ എന്റെ പിന്നാലെ നടക്കുന്നത്, ഈ പറയുന്ന തോലന്മാരെന്നെയല്ലേ എനിക്ക് ബിസിനസ് വാട്സപ്പ് തുടങ്ങിയാലും പിന്നെ ഫോൺ വിളിക്കണു, മെസ്സേജ് അയക്കണു, ഐ ലവ് യു പറയണു, വേറുള്ള ചാറ്റ് ചെയ്യണു, വേറുള്ളതാക്കുന്നു. അപ്പൊ ഈ തോലന്മാരി എന്താ പകൽ മാന്യന്മാരാണ്. പകല് നല്ല വെള്ളം ഇട്ടിട്ട് നടക്കുക, രാത്രിയായ കണ്ട പെണ്ണുങ്ങളുടെ അകത്തിനുള്ളിൽ കയറിയിരിക്കുന്ന ആണുങ്ങളാണ് ഈ പറയുന്ന ആണുങ്ങളെ. അപ്പൊ ഇവന്മാരോടൊന്നും എനിക്ക് വെറും പുച്ഛ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന നാറികളോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ. പറയണോരോ അവിടെ നായി കുരയ്ക്കണ പോലെ കുരയ്ക്കുക. ആരും ഇത്ര നല്ല ആൾക്കാരൊന്നല്ല. ആരും ഏത് പെണ്ണുമില്ല ഏതാണുമില്ല ഈ ദുനിയാവില്, ആരും തെറ്റ് ചെയ്യാത്തവരും ഇല്ല. പിന്നെ മുസായിഫിന്റെ ഉറകൾ ആരുമില്ല. മുസായിഫിന്റെ ഉറകളായിട്ട് 5 നേരം നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് വേറുള്ള നിസ്കരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടി കണ്ട ആണുങ്ങളുടെ കൂടെ കിടക്കണ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഷാജി പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? വളരെ മാന്യന്മാരായിട്ട് പകൽമാന്യന്മാരായിട്ട് നടക്കുന്ന 5 വക്ത് നിസ്കാരവും അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിച്ച് എല്ലാം നടക്കുന്ന ആണും പെണ്ണും രാത്രി റൂമിലേക്ക് ആൾക്കാരെ വിളിച്ച് ഇരുന്ന സ്വഭാവക്കാരെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത്. ഷാജിദക്ക് ഇങ്ങനെ കുഴപ്പക്കാരായ ആൾക്കാരെ മാത്രമേ അറിയുള്ളൂ. എന്നാൽ 5 വക്ത് നിസ്കരിച്ച് നല്ല വൃത്തിയിൽ ഇതൊന്നും ചെയ്യാതെ എല്ലാ വൃത്തിയോടുകൂടി ജീവിക്കുന്ന നല്ല ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ഈ കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലും സമൂഹത്തിലും എല്ലാം ഉണ്ട്. അവരെക്കുറിച്ചൊന്നും ഷാജിദക്ക് അഭിപ്രായമില്ല. ഈ വൃത്തികെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, അത്തരം ആൾക്കാരാണ് കമൻ്റ് എഴുതി അയക്കുന്നത് എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത്. ചില ഞരമ്പ് രോഗികൾ ഉണ്ടായേക്കാം, തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിൽ പതിവാണ്. അങ്ങനത്തെ ആൾക്കാർ എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തും ഉണ്ട്, അത് സത്യസന്ധമാണ്. അത്തരം ആൾക്കാർ ചിലപ്പോൾ ഷാജിദക്ക് മെസ്സേജ് അയച്ചിരിക്കാം, തീർച്ചയായിട്ടും ഓക്കെ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ എല്ലാവരും മോശക്കാരാണ്, എല്ലാവരും മുസാഫിൻ്റെ ഉറകളല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന അതൊരു മോശപ്പെട്ട പരിപാടിയാണ്. കാരണം നല്ലതും ചീത്തയും എല്ലാ കാലത്തും എല്ലാ ലോകത്തിലും എല്ലായിടത്തിലും നല്ലതും ചീത്തയും ഉണ്ട്. അത് നമ്മൾ വേർതിരിച്ചെടുക്കുന്നിടത്തിലാണ് നമ്മുടെ വിജയം. നമ്മൾ ഏതാണോ ശരി ഏതാണോ തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം, അവിടെയാണ് നമ്മുടെ വിജയം. എല്ലാവരെയും ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നത് ഒരു തരത്തിലും യോജിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് മാത്രമാണ് നമുക്ക് ഷാജിദയോട് പറയാനുള്ളത്. പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും ചെയ്യുന്നത് കണ്ട് ഷാജിദ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നാളെ എന്തായിരിക്കും ഷാജിദൻ്റെ സ്ഥിതി എന്ന് ഷാജിദ
തിരിച്ചറിയാൻ വേണ്ടി കിടക്കുന്നതേ ഉള്ളൂ. ഷാജിദ വിചാരിക്കുന്നത് ഈ 2.5 ലക്ഷം സബ്സ്ക്രൈബറിൻ്റെ സപ്പോർട്ട് കണ്ടുകൊണ്ട് എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഷാജിദ, ഈ എടുത്ത് പൊന്തിക്കുന്ന ജനങ്ങൾ തന്നെ ഒരു നാൾ നിന്നെ എടുത്ത് താഴെയിടുന്ന ഒരു ദിവസം വരും. അന്ന് നിനക്ക് മനസ്സിലാവും എന്താണ് സത്യം, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെ. ആ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.